ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അതേ ഇന്നൊന്നും പറയാനില്ല, നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സച്ചി നീലിമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നീലിമയുടെ വീട്ടിലേക്ക് ചെല്ലാണ് കേട്ടോ. നീലിമ ആദ്യം തന്നെ ചോദിക്കുന്നത്, സച്ചി നീ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന്, നിന്നെ ഞാൻ ഓട്ടം വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഓട്ടത്തിനായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്ന്, ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ നീലിമയ്ക്ക് അത്ര പിടിക്കുന്നില്ല. നീലിമ പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഞാൻ തന്നു എന്ന് കരുതിക്കൊണ്ട് നീ എന്നെ ഭരിക്കാൻ വരികയാണോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ നീലിമ പറയുന്നുണ്ടെങ്കിലും ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയുള്ളൂ, നിനക്ക് ഡ്രൈവർ സച്ചിയെ മാത്രമേ അറിയുള്ളൂ, മറ്റൊരു സച്ചിയുടെ മുഖം നീ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ആരായാലും എനിക്ക് ഉണ്ടായെന്ന് നീലിമ ചോദിക്കുന്നത്. ഞാൻ ആരായാലും നിനക്ക് ഉണ്ടാകുന്നുള്ളതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം, നിനക്ക് സുധീനെ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നീലിമ ഒരു നിമിഷം പതറുന്നുണ്ടെങ്കിലും നീലിമ പറയുകയാണ്, അതറിയേണ്ട കാര്യം നിനക്ക് എന്താ, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമുണ്ട്, അവൻ എൻ്റെ സ്വന്തം ഏട്ടനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നീലിമ ഒന്ന് ഞെട്ടിപ്പോണം കേട്ടോ. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, നീ എൻ്റെ ഏട്ടനെ പറ്റിച്ച് അവൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് 50 ലക്ഷവും എടുത്തുകൊണ്ട് പോയവളാണവൾ. നിന്നെ ഞാൻ പലയിടങ്ങളിൽ അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം നീ തന്നെ എൻ്റെ വണ്ടിയിലേക്ക് വന്ന് കയറുകയായിരുന്നു. ഇതിനാണ് നീലിമ ദൈവാദിനം എന്ന് പറയുന്നത് എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, നിന്റെ ഏട്ടനും ഞാനുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചുള്ള പിന്നെ നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നീയും എൻ്റെ ഏട്ടനും തമ്മിലുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചു, പക്ഷേ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടല്ലോ, നീ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ, ഒരു 50 ലക്ഷം രൂപ എനിക്ക് ഇപ്പം തന്നെ കിട്ടണമെന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് നീലിമ വേഗം ചിരിക്കുകയാണ് കേട്ടോ. ഇത് കാഴ്ച കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നത്, നീ എന്താ ചിരിക്കുക, നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല അവൻ എന്നെ പറ്റിച്ച പോലെ തന്നെ നിങ്ങളെ കുടുംബത്തിനെ പറ്റിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാണ് എന്ന് നീലിമ പറയുകയാണ്. ഇത് കേൾക്കുന്ന നേരം സച്ചിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്താണ് നീലിമ, ഇതിനു മുന്നേ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവൻ പലിശ അടക്കം തന്നെ എന്നോട് അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച തുകകളെല്ലാം തന്നെ മുഴുവൻ തിരികെ മേടിച്ചിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ നീ എൻ്റെ ഭാഗത്ത് നിന്ന് സാക്ഷി ഒപ്പിട്ട് ഓർമ്മയുണ്ടോ, അതാ ഒരു പൈസയുടെ ഇടപാടായിരുന്നു എന്നൊക്കെ നീലിമ പറയുമ്പോഴത്തേക്കും സച്ചി ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിലും അവസാനം നീലിമ പറയുന്നതെല്ലാം സത്യമാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയുന്നത്, അവനും അവൻ്റെ ഭാര്യയും ഭയങ്കര ഫ്രോഡാണ്, ഇവർ വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരാണെന്ന് അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത്, നിന്റെ ആയിട്ട് ശ്രുതിയില്ല, അവനേക്കാൾ വിളഞ്ഞ വിത്താണ് അവൻ്റെ ഭാര്യ ശ്രുതി എന്ന് നീലിമ പറയുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം, അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും വലിയ ചതി എൻ്റെ അച്ഛനോടും കുടുംബത്തിനോടും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും നീലിമേ, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്തിനാണ് നീലിമ തിരക്കുന്നുണ്ട്, ഞാനായി സത്യങ്ങളെല്ലാം വീട്ടിൽ പോയി പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുകയില്ല, അവർ ഞാൻ കള്ളം പറയുകയാണെന്ന് പറയാം. അതേസമയം തന്നെ നീലിമ വന്ന് സത്യങ്ങളെല്ലാം തന്നെ പറയുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും അത് വിശ്വസിക്കും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ആ ഒരു സമയം തന്നെ നീലിമ ചോദിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മളെ ഒപ്പിട്ട് കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു കോപ്പിയും കൂടി സച്ചി എങ്ങനെയും ഒപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, തനിക്കറിയാവുന്ന ഒരു പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെ കഴിഞ്ഞാൽ മേടിച്ചോളാം, നീലിമ എന്ന് അങ്ങോട്ട് വരെ വന്നാൽ മതി എന്ന് പറയുകയാണ്. നീലിമയാണ് താഴ്ന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ്ട്. ഇതേ സമയം തന്നെ ചന്ദ്ര രേവതിയോടായിട്ട് പറയുന്നുണ്ട്, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല രേവതി, നീ തറുതലം മാത്രമേ പറയുള്ളൂ, എൻ്റെ ശ്രുതിമോളെ കണ്ടില്ല, അവളെ എന്നോട് ബഹുമാനത്തോടു കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ, അവളെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് തിരക്കുന്ന സമയത്ത് ശ്രീകാന്തിനോടായിട്ട്, ശ്രീകാന്ത് ഇതൊരു കോടതിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം, ഇവിടെ ഒരാളെ അല്ലല്ല 2 പേരെ നിർത്തി വാദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് ഒരു മേശ എടുത്തിട്ടുണ്ട്. 2 മേശ ഇങ്ങനെ കോർട്ടിൽ വെച്ചേക്കുന്ന ഒരു കൂടിൽ അതുപോലെ തന്നെ ആക്കിയതിന് ശേഷം ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനൊരുങ്ങുന്ന സമയത്ത് ശ്രുതി തടയുന്നുണ്ട്. നീ എന്താ സച്ചി കാണിക്കുന്നത്, വന്ന് എന്ത് ചെയ്യാമെന്നായോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, ഞാൻ ചെയ്യുന്നത് കാര്യമുണ്ട് അച്ഛ, അവനോട് വന്ന് ഇവിടെ നിൽക്കാൻ പറയുമെന്ന് സച്ചി പറയുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി വരാത്തത് കൊണ്ട് തന്നെ ശ്രുതിയുടെ കയ്യിൽ ബലം പിടിച്ച് തന്നെ സച്ചി ആ ഒരു കൂട്ടിലേക്ക് ചെയ്ത് വെത്താൻ കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ഇവിടെ വാദം നടക്കാൻ പോവുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളണം എന്നൊക്കെ പറയുമ്പോൾ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, അവനെ വെറുതെ വിടുക എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും, ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം, എന്തായാലും ഞാനിപ്പോൾ പറയാനുള്ള പറഞ്ഞു തീർക്കാതെ ഇവിടെ നിന്ന് ആരും തന്നെ എങ്ങോട്ടും പോകാനും പോകുന്നില്ല, ഇവനെ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി വീണ്ടും പറയുകയാണ്, ഈ ഒരു കേസിലെ പ്രധാന പ്രതി ഇവനാണ്, ഇവൻ മാത്രമല്ല കേട്ടോ ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ നോക്കുന്ന സമയത്ത് ശ്രുതിക്ക് എന്താ കാര്യമെന്ന് വ്യക്തമാവുന്നില്ല. അതിനുശേഷം സച്ചി പറയുകയാണ്, അച്ഛൻ്റെ 50 ലക്ഷം രൂപയുടെ പൈസയുടെ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം, അത് ഇവൻ്റെ കാമുകി അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ സച്ചി പറയുമ്പോൾ, അത് എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ സച്ചിയായിട്ടാണ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പറയില്ല ശ്രീകാന്ത്, എനിക്ക് പറയാനുള്ളത് എന്താണ് നീ മുഴുവൻ കേക്ക് എന്ന് സച്ചി പറയുമ്പോഴത്തേക്ക്, സച്ചിൻ എന്താ പറയുക
പറയാനുള്ളതെന്ന് സച്ചിയേട്ടൻ പറയട്ടെ ശ്രീകാന്തെ, നീ മിണ്ടാതിരിക്കുകയെന്ന് വർഷയും പറയുന്നില്ല. അതിന് ശേഷം സച്ചി പറയുകയാണ്, നമ്മൾ അറിഞ്ഞ കഥകളിൽ പകുതി മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയാണ്, ഇവൻ്റെ കയ്യിൽ നിന്ന് പണം മോഷിച്ചുകൊണ്ട് ഇവൻ്റെ കാമുകി പോയി, അതിനുശേഷം അവൾ കാനഡയിലേക്ക് പോയി എന്നത് വരെയാണ് സത്യമുള്ള. അതിനുശേഷം ഇവർ പറഞ്ഞ കഥകളെല്ലാം തന്നെ നുണയായിരുന്നു. ഇവർ തമ്മിൽ പിന്നീട് കണ്ടിട്ടുണ്ട് 50 ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ നീലിമ തിരികെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഷോക്കാവുന്നുണ്ട്. വേഗം തന്നെ ശ്രീകാന്ത് ചോദിക്കണേ, ശ്രുതിയുടെ സച്ചിയേട്ടൻ ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് അവൻ കള്ളമാണ് പറയുന്നത്, അവൻ പറയുന്ന ആരും തന്നെ വിശ്വസിക്കാൻ നിൽക്കുന്നത്. ഈ 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുമില്ല, നീലിമ എന്ന അവളെ ഞാൻ കണ്ടിട്ടുമില്ല, അവളെ ഞാൻ പലതവണകളായിട്ട് അന്വേഷിച്ച് നടക്കുകയാണെന്നൊക്കെ ശ്രുതി ഒരു പരിഭ്രമത്തോടു കൂടി പറയുന്നുണ്ട്. തന്നെ അപ്പോൾ സച്ചി പറയുന്ന കഥകളെല്ലാം കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കൂടുതൽ തന്നെ എന്നാൽ ശ്രുതിയാണെങ്കിലും താൻ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും ഇവൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ താൻ എന്ത് നുണക്കഥ പറഞ്ഞാലും ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കും. അതേ രീതിയിൽ എന്തെങ്കിലും പറയാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.